Yo, this is Karthikeyan and welcome back to my channel Karthikeyan Game 3. Guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയർ യൂട്യൂബ്. നമ്മൾ യൂട്യൂബിന് വേണ്ടിയുള്ള ഒരു 5 ഈ ഫീച്ചേഴ്സ് യൂട്യൂബിലുണ്ട്. യൂട്യൂബ് വൺ ഓഫ് ദി ബെസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇൻ ദ വേൾഡ് ആണ്. പക്ഷേ ഈ ഫീച്ചേഴ്സ് കൂടി ഉണ്ടെങ്കിൽ യൂട്യൂബ് ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരിക്കും. അത്ര ഈ ഫീച്ചേഴ്സ് കൂടി യൂട്യൂബിൽ കൊണ്ടുവരാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീഡിയോസൊക്കെ ഇട്ട് സ്കൂളും കുറച്ച് തിരക്കൊക്കെ കഴിച്ച് നമ്മൾ ഒരു ആഴ്ചയിൽ 2 വീഡിയോസ് ഇടുന്ന രീതിയിൽ നോക്കാം. അപ്പോൾ നമുക്ക് സമയം കഴിയാണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സംഭവിച്ചാൽ ഷോർട്സിൻ്റെ ബഗ്സും ഇമ്പ്രൂവ്മെൻറ്റും. ചില ഷോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫാസ്റ്റ് അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലൈൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല. പക്ഷേ ചില ഷോർട്സിലാക്കാൻ പറ്റും, ചില ഷോർട്സിലാക്കാൻ പറ്റും. അതൊരു ബഗ്ഗാണെന്ന് തോന്നുന്നു. ഞാൻ പല ഫോണിൽ അത് കണ്ടിട്ടുണ്ട്. എൻ്റെ ടാബിന് വർഷം മാത്രമായതുകൊണ്ട് പല ഫോണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില വീട് നമുക്ക് ഫാസ്റ്റ് അടിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ആക്കുമല്ലോ, ടൈം ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, പിന്നെ വേറെ ഷോർട്സ് നമുക്കിപ്പോൾ ഷോർട്സ് ഒരു പ്ലേലിസ്റ്റിലേക്ക് നമ്മളുണ്ടാക്കിയൊരു പ്ലേലിസ്റ്റിലേക്ക് സേവ് ചെയ്യണം. അത് പറ്റൂല. നമ്മൾ അത് ഷോർട്സ് നമ്മൾ ഹിസ്റ്ററി പോയിച്ച് വീഡിയോ രീതിയിൽ അയച്ച് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്ലേലിസ്റ്റിലേക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ആ ഫീച്ചറും കൂടെ കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റിംഗ് ഷോർട്സ്, അത് പണ്ടത്തെ ഒരു ബഗ്ഗായിരുന്നു. പക്ഷെ ഇപ്പം അത് യൂട്യൂബ് സോൾവ് ആക്കിയെന്ന് തോന്നുന്നു. പണ്ടൊക്കെ വെച്ചാൽ ഈ കുറച്ച് മാസങ്ങൾ മുമ്പൊക്കെ നമ്മൾ ഷോർട്സ് കണ്ടാൽ അത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പം അതില്ല, ഇപ്പം അത് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം ആ പ്രശ്നമില്ല. പക്ഷേ ഈ 2 ഫീച്ചേഴ്സ് കൊണ്ടുവരാണെങ്കിൽ ഷോർട്സ് അടിപൊളിയാവും. എല്ലാ ഷോർട്സിനും ആ പ്രശ്നമില്ല. ചില ഷോർട്സിന് മാത്രമാണ് ഫാസ്റ്റ് അടിക്കാൻ പറ്റൂല, നമുക്ക് ടൈം ലൈൻ മാറ്റാൻ പറ്റില്ല. പക്ഷേ ചില ഷോർട്സിന് ടൈം ലൈൻ മാറ്റാൻ പറ്റും, ചില ഷോർട്സിന് ടൈം ലൈൻ മാറ്റാൻ പറ്റില്ല. അതെന്താ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ബഗ് ഫിക്സ് ആയാലും നല്ല രീതിയിലായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു അടുത്ത സംഭവിച്ചാൽ ഓട്ടോമാറ്റിക് പ്ലേ ലിസ്റ്റിംഗ് സംഭവിച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്യാമറ ട്യൂട്ടോറിയൽ നടിച്ചു. അപ്പോൾ പല വീഡിയോകളുണ്ടാവും. ഇപ്പോൾ ISO, ഷട്ടർ സ്പീഡ്, ആപ്പറേച്ചർ, അങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ആദ്യം കാണും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് യൂട്യൂബ് അയച്ചൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു അത്യാവശ്യം ഒരു ബെസ്റ്റ് വീഡിയോസൊക്കെ ആ ടോപ്പിക്കത്തെ ബെസ്റ്റ് വീഡിയോസ് എടുത്ത് വെച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അയച്ച് വീഡിയോസ് ഒരു പ്ലേ ലിസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അയച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ചില ആൾക്കാർ പ്ലേ ലിസ്റ്റ് ആക്കും, ചില ചാനൽസിൽ അവർ പ്ലേ ലിസ്റ്റ് ആക്കും. പക്ഷേ ഓരോ ചാനൽസിലും ഓരോരോ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ എല്ലാ വീഡിയോസും കൂടെ ക്ലബ് ചെയ്ത് ആദ്യം തൊട്ട് ഫസ്റ്റ് തൊട്ട് ബിഗിനർ തൊട്ട് എക്സ്പേർട്ട് വരെയുള്ള ലെവലുകൾ ഇങ്ങനെ സ്റ്റെപ്പ് അയച്ചൊരു പ്ലേ ലിസ്റ്റ് ആക്കി ലേയൂട്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്ത് AI വെച്ച് ക്രിയേറ്റ് ചെയ്താൽ അൽഗോരിതം വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആവും. പിന്നെ യൂട്യൂബിന് ലേണിംഗ് പ്ലാറ്റ്ഫോം ഓൾറെഡി ആണ്. അത് ഈ ലേണിങ്ങിനെ കുറച്ചും കൂടെ നോളേജ് ലേണിങ്ങിനെ കുറച്ചുകൂടെ ഹൈ പോയിന്റിലേക്ക് കൊണ്ടുപോകും. സംബന്ധിച്ച് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക, യൂട്യൂബ് റെക്കമെൻഡഡ് അങ്ങനെ വല്ല പറഞ്ഞ് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക. അത് കറക്റ്റ് ഓർഡറിൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടിപൊളി തന്നെയായിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ടോപ്പിക് ആണെങ്കിലും അത് നല്ലൊരു സംഭവം തന്നെയായിരിക്കും. അടുത്ത വെച്ചാൽ ചാനൽ കണ്ടന്റ് ഡിസൈഡിങ്. ഇപ്പം ഒരു ടെക് ചാനൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മിസ്റ്റർ ഹൂസ്റ്റി ബോസ് അല്ലെങ്കിൽ മാർക്കസ് ബ്രൗൺലി, അവരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ടെക് ചാനൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാണ്ട് അവരിപ്പോൾ കുറച്ച് ഫേമസ് യൂട്യൂബേഴ്സാണ്. അവർ ഓൾറെഡി ടാഗ് വരണം, ഒരു അല്ലെങ്കിൽ ടെക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. എല്ലാത്തിലും വീഡിയോസ് ആണ് മനസ്സിലാവും. എന്നാലും അങ്ങനത്തെ ഒരു ടാഗ് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ അവരെ തൗസൻഡ്സ് ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ഒന്നാമത് വൺ ഓഫ് ദ ഫേമസ് ടെക് യൂട്യൂബേഴ്സാണ്. ഒരുവിധം 1 മില്യണോ അല്ലെങ്കിൽ ഒരു 50,000 ഒരു 1 lakh എബോള ചാനൽസൊക്കെ അങ്ങനെ അവർ എന്താണ് കണ്ടന്റ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടി ഇപ്പോൾ ഗെയിമിങ്, എഡ്യൂക്കേഷൻ, അത് ടെക്ക്, അതൊക്കെ അങ്ങനെ ഒന്നാമത് അങ്ങനെ യൂട്യൂബ് സെർച്ച് നമുക്ക് കിട്ടും. പക്ഷെ അവിടെ ഒരു ടാഗ് പോലെ വല്ല എന്തെങ്കിലും കാണിക്കാൻ കുറച്ചും കൂടെ ബെറ്റർ അയച്ചിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി അയച്ചിട്ടുണ്ടാവും. എല്ലാത്തിനും സെർച്ച് ചെയ്താൽ കിട്ടും, എന്നാൽ ആ ഫീച്ചർ വെച്ചാൽ അടിപൊളിയാണ്. അടുത്ത 4th ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ ഉണ്ടാകുന്ന അടിപൊളിയായിരിക്കും, ക്യാപ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ ക്യാപ്ഷൻ കിട്ടും. പക്ഷേ ഇപ്പോൾ ചില വീഡിയോസിൽ ക്യാപ്ഷൻ ഡിസേബിൾഡ്, അവർ യൂട്യൂബേഴ്സ് ഡിസേബിൾഡ് ആക്കാമെന്ന് തോന്നുന്നു. അതെല്ലാം പറഞ്ഞത് ഇപ്പം ക്യാപ്ഷൻസ് കുറച്ചും കൂടി കറക്റ്റ് ആക്കണം. അപ്പം ഞാൻ ഇന്ന് ഒരു മാർക്കസ് ബ്രൗണിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇപ്പം എന്തായിരുന്നു, അവർ ചില ക്യാപ്ഷൻസൊക്കെ തെറ്റയച്ചാണ് വരുന്നത് താഴെ നോക്കുമ്പോൾ. അപ്പോൾ അത് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും.
എല്ലാ ക്യാപ്ഷൻസ് ഒരുവിധമൊക്കെ കറക്റ്റാണ്, പക്ഷെ ചില വേർഡ്സൊക്കെ തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ തെറ്റായ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. യൂട്യൂബ് ഒന്നാമത് അല്ലാണ്ട് ചില ആൾക്കാർ ഡയറക്റ്റ്ലി ക്യാപ്ഷൻസ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓട്ടോ ജനറേറ്റഡ് ക്യാപ്ഷൻസ് അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ എന്താ പറയുക, പുതിയൊരു സംഭവം വീഡിയോൻ്റെ തന്നെ വോയിസ് മാറ്റുന്നത്, അത് അടിപൊളി തന്നെയാണ്. പക്ഷേ നമുക്ക് ക്യാപ്ഷൻസ് പല ലാംഗ്വേജസ് ചൂസ്, അതൊക്കെ യൂട്യൂബ് കൊണ്ടുവന്ന അടിപൊളി ഫീച്ചേഴ്സ് തന്നെയാണ്. അത് കുറച്ചുകൂടെ പെർഫെക്ഷൻ ആക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അടുത്ത ഓട്ടോമാറ്റിക് സമ്മറി അബൌട്ട് ദ വീഡിയോ. അത് സംഭവിച്ചാൽ എല്ലാ യൂട്യൂബേഴ്സും സമ്മറി ഇടണമെന്നില്ല, നിർബന്ധമില്ല. അപ്പം ചില യൂട്യൂബേഴ്സ് എന്തെങ്കിലും അവരെ ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും കൊടുക്കും, ചില യൂട്യൂബേഴ്സ് കുറേ ഹാഷ്ടാഗ് ഇടും. അപ്പോൾ ഒരു AI അൽഗോരിതം അല്ലെങ്കിൽ AI അൽഗോരിതം വെച്ച് ആ വീഡിയോൻ്റെ സമ്മറി താഴെ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ChatGPT-യിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഈ വീഡിയോൻ്റെ സമ്മറി എന്തെന്നാന്നൊക്കെ പറഞ്ഞു. പക്ഷേ യൂട്യൂബിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നതാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം വെച്ചാൽ ഇപ്പോൾ പലരും അങ്ങനെ യൂസ് ചെയ്യും. ChatGPT-യിൽ ഈ വീഡിയോൻ്റെ URL കൊടുക്കും, എന്ന് വെച്ചാൽ അവർ സമ്മറൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ChatGPT-യിൽ വേറെ എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോമിൽ പോകാണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇൻബിൽഡ് സമ്മറി ജനറേറ്റ് സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. മിക്ക വലിയ വലിയ ചാനൽസൊക്കെ എന്തായാലും അവർ സമ്മറി എഴുതും. ആദ്യം അവർ ഇംഗ്ലീഷിലൊക്കെ റോൾ ഔട്ട് ചെയ്താൽ മതി, പിന്നെ വേൾഡ് വൈഡ് ലാംഗ്വേജസിലൊക്കെ റോൾ ഔട്ട് ചെയ്യണം ഈ സമ്മറി കൊടുക്കുന്ന, അത് AI ജനറേറ്റ് ചെയ്ത് വരുന്ന സമ്മറി. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഏകദേശം 5 ഫീച്ചേഴ്സ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി. ഈ 5 ഇമ്പ്രൂവ്മെൻറ്റ്സ് യൂട്യൂബ് ഇമ്പ്രൂവ് ചെയ്താൽ ഓൾറെഡി വൺ ഓഫ് ദ ബെസ്റ്റാണ്. ഔട്ട് ഓഫ് വേൾഡ് ആയിരിക്കും ഈ 5 ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. പിന്നെ യൂട്യൂബ് ഇട്ട് ആരും പോകില്ല, യൂട്യൂബ് തന്നെ ആയിരിക്കും എല്ലാ ആൾക്കാരും. അങ്ങനെ ChatGPT-യിലോ അല്ലാണ്ട് വേറെ ഒന്നിലോ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ക്യാപ്ഷൻസൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ആൾക്കാർക്ക് സുഖമായിട്ട് വായിച്ച് കേൾക്കാനും പറ്റും. എല്ലാത്തിനും ക്യാപ്ഷൻസ് എല്ലാം കറക്റ്റാണ്, പക്ഷെ ഒന്നും കൂടെ പെർഫെക്ഷൻ ആക്കണം. കാരണം മാർക്കസ് ബ്ലോഗ് അവരൊക്കെ പ്യുവർ ഇംഗ്ലീഷ് ചാനലാണ്, പക്ഷെ എന്നാൽ ചില വേർഡ്സ് തെറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെർഫെക്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഒന്നാമത് പെർഫെക്റ്റ് ആണ്, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് ഫീച്ചേഴ്സ് യൂട്യൂബിൽ കൊണ്ടുവന്ന് അടിപൊളിയാവും. അപ്പോൾ ഇത് യൂട്യൂബ് കണ്ടാലും യൂട്യൂബ് കാണുമെന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും ചിത്രമൊന്നും വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.